ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും നനച്ചുളിയും അതുപോലെ തന്നെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. നമ്മളതും കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ട് ഇപ്പം കുറേ ദിവസമായി. പക്ഷേങ്കിൽ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെതാ ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോയും കൂടി ഇടാൻ വിചാരിച്ചു. അപ്പോൾ അതോടെ നമ്മൾ ക്ലീനിങ് വീഡിയോസ് ഫുള്ള് ഇട്ട് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെതാ ഫ്രിഡ്ജിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കാനുണ്ടോ. അപ്പം അതിൻ്റെ ഒരു കിച്ചു വന്നിട്ട് എനിക്ക് വെള്ളം വേണം, അത് വേണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം സ്പ്രൈറ്റ് ഉള്ള കാര്യം എനിക്ക് അറിയാം കേട്ടോ. അങ്ങനെ പിന്നെ അത് വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അവൻ്റെ ഗ്ലാസ്സിലേക്ക് ഇതാക്കി മൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ ഇത്തിരി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ ഇഷ്ടം മാതിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ആക്കിയിട്ട് കുറച്ചായിട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം തന്നെ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിലെ കുറേ സാമഗ്രികളൊക്കെ എടുത്ത് മാറ്റിയാണ്. അപ്പോൾ ഈ ഒരു ദിവസം തന്നെ റിച്ചു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളവിടെ സിനിമ കണ്ടുകൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചു എസ പിന്നെ അവിടെ ഓളെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണർന്ന സമയത്ത് ഉമ്മാനോട് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മ പിന്നെ അവിടെ ഉമ്മാൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ റൂം നമ്മൾ ജനലും വാതിലൊക്കെ നമ്മൾ തുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ ഷോക്കേസുമ്പോൾ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആള് അത് നന്നാക്കാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കാണ്. അപ്പോൾ ഇതിൽ കുറച്ച് തൈരും അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുള്ള ഷീറ്റിലൊക്കെ ഓരോന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനെന്തായാലും നോമ്പിനെന്തായാലും ഇത് വൃത്തിയാക്കണമല്ലോ വിചാരിച്ചിട്ട് വൃത്തിയാക്കാണ്ട് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പം കുറച്ചധികം നല്ലോണം തന്നെ വൃത്തിയാക്കാൻ. അപ്പോൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഓഫാക്കി. പിന്നെ ഈ ഒരു ഫ്രിഡ്ജിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഷോക്ക് അടിക്കും. നമ്മൾ ഓഫാക്കി കിടക്കുന്ന സമയത്ത് പോലും ഈ ഒരു ഫ്രിഡ്ജ് ഷോക്ക് അടിക്കും കേട്ടോ. ഓഫാക്കി അപ്പം ഞാൻ ഈ അകത്തൊന്നും ക്ലീൻ ചെയ്യുമ്പോൾ ഷോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പുറം ഭാഗം തുളച്ച സമയത്ത് ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും അതുപോലെ നിൽക്കാനും ഉമ്മാക്കൊക്കെ ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് എന്നെ കെട്ടിച്ചു കൊണ്ടുവന്നപ്പോഴേ ഈ ഒരു ഫ്രിഡ്ജ് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഓരോന്ന് ഇച്ചുവിനോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആളോട് ഞാൻ അവിടെ റിച്ചു സിനിമ കണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഓനോടും കൂടി അവിടെ കിടക്കാമെന്നും പറയുന്നൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഫ്രിഡ്ജിൻ്റെ കൊലം കണ്ടു. അപ്പോൾ നല്ലോണം വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ അതിൽ കൂടെ ഒലിച്ചിറങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ആക്കണം. പിന്നെ ഇതാ ഫ്രിഡ്ജ് നല്ലോണം നീക്കാം കേട്ടോ. നീക്കിയപ്പോഴാണ് ഇത് ഇതാക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വിമ്മുണ്ടല്ലോ, അപ്പം അതൊക്കെ കിലക്കിയിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് തേച്ച് കഴുകാണ്ടോ. അപ്പം ഇത് പിന്നെയും നീണ്ടു എന്തായാലും അങ്ങനെ നീണ്ടു പോവുകയേ ഉള്ളൂ കേട്ടോ. നമ്മൾ അടുക്കള വൃത്തിയാക്കലും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫ്രിഡ്ജായിട്ട് ഇനിയും നീട്ടിക്കൊണ്ടുപോകേണ്ട വിചാരിച്ചിട്ട് അപ്പം തന്നെ ഇരുന്നിട്ട് വൃത്തിയാക്കാണ്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നല്ലോണം ഉരച്ച് വൃത്തിയാക്കാൻ കേട്ടോ. കുറച്ചൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. കാരണം ഞാൻ ഡെലിവറിക്ക് പോയി വന്നതിന് ശേഷം പിന്നെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ഫ്രിഡ്ജ്. പിന്നെ ഇപ്പം വന്നിട്ട് ഇത്രയായി. സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നില്ലാണ്ട് വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. പിച്ചു ഞാൻ പറഞ്ഞല്ലോ, ലിച്ചു എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആള് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇതാക്കി പിടിച്ചിട്ടൊക്കെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സൈഡിലുള്ള എല്ലാ സംഭവങ്ങളും കിട്ടി. ഈ ഒരു അടിയത്തത് മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൽ. അപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു കേട്ടോ. അതൊക്കെ നമ്മളെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് വെച്ചപ്പോൾ ഇത്രയും സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എവിടെയും വെക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയൊക്കെയോ ആയിട്ട് ഫുൾ സാധനങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പം അതിന് എനിക്കിപ്പോൾ കുറേ സാധനങ്ങൾ ഒഴിവാക്കാനുണ്ട്. വേണ്ടതും വേണ്ടാത്തതൊന്നും പിന്നെ അതിൽ വെക്കാൻ, ആവശ്യമുള്ളത് മാത്രം വെച്ചാൽ മതിയല്ലോ. പിന്നെ ഞാൻ ഇച്ചുവിനെ ചീത്ത പറയുന്നു കേട്ടോ. ആളിങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഫ്രിഡ്ജിൽ തൊട്ട് കളിക്കാം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഫ്രിഡ്ജിൽ ഷോക്ക് അടിക്കും. നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയാൽ പോലും ഷോക്ക് അടിക്കും കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ എനിക്കൊരു ബേജാറാണ് കേട്ടോ. കാരണം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇടങ്ങാറല്ലേ. പിന്നെ അതിൻ്റെ അടുത്ത് ഇതാ ഇച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡ് ആണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കും എടുത്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ മോൾ ഭാഗം സൈഡ് ഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ബ്രഷും കൊണ്ടാണ് കേട്ടോ ഉരക്കുന്നത്. അല്ല നമ്മൾ തുണിയും കൊണ്ട് അടിച്ചാലോ അല്ലെങ്കിൽ ചകിരിയും കൊണ്ട് അടിച്ചാലോ ഒന്നും പോകില്ല. അപ്പം ബ്രഷും കൊണ്ടാകുമ്പം നല്ലോണം സൈഡിലേക്കൊക്കെ വൃത്തിയിൽ കിട്ടും കേട്ടോ. നല്ല വൃത്തിയാക്കുകയും ചെയ്യും. അപ്പം പിന്നെ നല്ലോണം സൈഡിലേക്ക് ഇതാക്കി ഞാൻ എൻ്റെ ഇടയ്ക്ക് എസ പേരും കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഓളൊക്കെ ഒന്ന് എടുത്ത് സമാധാനിപ്പിച്ച് ഒന്ന് ഫീഡൊക്കെ ചെയ്ത് ആളെ പിന്നെ ഒന്ന് കിടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇതിൽ ഉമ്മ നടന്നു കൊണ്ടുവന്നിട്ടുള്ള കുറേ ഇതുണ്ടായിരുന്നു കേട്ടോ. എന്താ പുളിയില്ലേ, ആ ഒരു പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒക്കെപ്പാട് എടുത്തിട്ട് ഒരു വലിയൊരു ഡപ്പിയിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ. ഒരു ഐസ്ക്രീമിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇട്ട് വെക്കുകയാണ്. പിന്നെ ഇതിൽ നിന്ന് കുറേ സാധനങ്ങൾ ഒഴിവാക്കണം. കുമ്പളങ്ങേൻ്റെ സൈഡൊക്കെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പ്രാവശ്യമൊക്കെ ആയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും കുമ്പളങ്ങ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തിയൊക്കെ കളയാം. അപ്പോൾ അടുത്ത ദിവസം ഇത് ഉണ്ടാക്കാന്നുള്ള പ്ലാനിങ്ങിലോട് കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നാശമായതൊക്കെ ഇതാക്കി കളയുന്ന തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കുകയാണ് എല്ലാത്തിൻ്റെയും കേട്ടോ. അപ്പം കഴിഞ്ഞതിൻ്റെയൊക്കെ ഞാൻ എടുത്ത് കളയാൻ വെച്ചു. കാരണം ഒരു കൊല്ലമൊക്കെ അല്ലേ മാക്സിമം ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇൻഷാല്ല ഇനി നോമ്പിനൊക്കെ ഉള്ളത് പിന്നെ മേടിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ നല്ലോണം ഇതാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചു വന്നിട്ട് ഓരോ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ എസനെ ഇടങ്ങാറൊക്കെ ആക്കുന്നുണ്ടോ. അപ്പോൾ എസനെ ഞാൻ ഒക്കത്തേക്ക് എടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം നമ്മളെ
ഫ്രിഡ്ജിൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് വൃത്തിയാക്കിയിട്ട് പുറത്ത് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കാമല്ലോ. പിന്നെ എന്താ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ടോ. ഇപ്പം കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം വെളുത്ത് നല്ല വൃത്തി കാണുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണല്ലോ. അങ്ങനെയൊക്കെ വൃത്തിയാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അതാ മല്ലി, മുളക്, മഞ്ഞൾപ്പൊടിയൊക്കെ അന്ന് വൈകുന്നേരം ഉമ്മ പോയിട്ട് പൊടിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ കുപ്പിയിലാക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.